ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിന് വേണ്ടി എൻവയോൺമെൻറ്റൽ സയൻസിലെ വാട്ടർ പൊല്യൂഷനാണ് നോക്കാൻ പോകുന്നത്. എയർ പൊല്യൂഷനെ കുറിച്ച് നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാട്ടർ പൊല്യൂഷനിലോട്ട് കിടക്കുകയാണ്. വാട്ടർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് എനി ഫോം ഓഫ് ലൈഫ്. നെക്സ്റ്റ് ടു എയർ കഴിഞ്ഞാൽ വാട്ടർ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ദ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം. എയർ കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് എന്തിനാണ്? വാട്ടറിനെയാണ്. ഈ ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കനോട്ട് സർവൈവ് ഫോർ ലോങ് വിത്തൗട്ട് വാട്ടർ. പ്ലാന്റ്സിനും അനിമൽസിനും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല വിത്തൗട്ട് വാട്ടർ ഫോർ ലോങ് ടൈം. Without sufficient quantity of water to carry nutrients, plant cells starve and plant wilts. Digestion in animals occur with the help of acids in water solution. The products of digestion are carried in water solution in the blood of the cells, where they are oxidized in water in the cell to produce heat and energy. On an average, a human being consumes about 2 liters of water every day. Human beings എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട്? 2 liter of water every day. A person without water would die within a few days. Water accounts for about 70% of the weight of a human body. നമുക്കറിയാം, ഹ്യൂമൻ ബോഡിയുടെ 70% വെയിറ്റ് എന്താണ്? വാട്ടറാണ്. We depend on water for irrigation, industry, domestic needs, shipping, sanitation and disposal of waste. നമ്മൾ ഇതിനെല്ലാം വാട്ടറിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറിഗേഷൻ, ഇൻഡസ്ട്രി, ഡൊമസ്റ്റിക് നീഡ്സ്, ഷിപ്പിംഗ്, സാനിറ്റേഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. About 80% of Earth's surface is covered by water. Earth സർഫസിൻ്റെ 80% വാട്ടർ കവർ ചെയ്തേക്കുകയാണ്. ബട്ട് ഓൺലി എ സ്മാൾ പോർഷൻ ഓഫ് ദിസ് ഈസ് അവൈലബിൾ ഫോർ ഡ്രിങ്കിങ്, അഗ്രികൾച്ചർ, ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ കൺസപ്ഷൻ. പക്ഷേ അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഡ്രിങ്കിങ്ങിനും അഗ്രികൾച്ചർ, ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ കൺസപ്ഷന് വേണ്ടി എത്രയോ പറ്റുന്നുള്ളൊരു സ്മാൾ എമൗണ്ടേ അതിലുള്ളൂ. 80% എർത്ത് സർഫസിൽ വാട്ടർ ആണെങ്കിൽ അതെല്ലാം നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. ഓവിങ് ടു ഇൻക്രീസിങ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് എക്സ്പ്ലോഡിങ് population, the demands of water supply have been increasing tremendously. നമുക്കറിയാലോ, ഇപ്പം പോപ്പുലേഷൻ്റെ എക്സ്പ്ലോഡിങ് പോപ്പുലേഷനും ഇൻക്രീസിങ് ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ കാരണം ഡിമാൻഡ്സ് ഓഫ് വാട്ടർ സപ്ലൈ ഹാവ് ബീൻ ഇൻക്രീസിങ് ട്രെമൻഡസ്ലി. മോറോവർ, കൺസിഡറബിൾ പാർട്ട് ഓഫ് ദിസ് limited quantity of water is polluted by sewage, industrial waste and a wide variety of synthetic chemicals. Thus, most of our water bodies such as ponds, lakes, rivers and oceans have become polluted. നമ്മളെ വാട്ടർ ബോഡീസ് എല്ലാം അങ്ങനെ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ ബോഡീസ് ഏതൊക്കെ? പോൺസ് ആയാലും, ലേക്സ് ആയാലും, റിവേഴ്സ് ആയാലും, ഓഷ്യൻസ് ആയാലും, ഏത് വാട്ടർ ബോഡി എടുത്താലും അതെല്ലാം പൊല്യൂട്ടഡ് ആയിരിക്കുകയാണ്. ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇൻ ഇന്ത്യ ദർ ഈസ് നൗ 5 times ആസ് മച്ച് പൊല്യൂഷൻ ഇൻ റിവേഴ്സ്, സ്ട്രീംസ് ആൻഡ് ലേക്സ് ആസ് ദെയർ വാസ് 40 years ago. ഒരു 40 years എഗോയിൽ ഉള്ളതിനെക്കാട്ടിയും 5 times ഇപ്പോൾ പൊല്യൂഷൻ ഇൻക്രീസ് ആയിരിക്കുകയാണ്. എവിടെയൊക്കെയാണ്? റിവേഴ്സിലായാലും, സ്ട്രീംസിലായാലും, ലേക്സിലായാലും ഒക്കെ. ദ മെനൻസ് ഓഫ് വാട്ടർ-ബോർne diseases still threatens the well-being of population, particularly in underdeveloped and developing countries. ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിലാണല്ലോ ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് വരുന്നത്. ദസ് the quality as well as quantity, ക്വാളിറ്റിയിലായാലും ക്വാണ്ടിറ്റിയിലായാലും ഓഫ് ക്ലീൻ വാട്ടർ സപ്ലൈ ഈസ് ഓഫ് വൈറ്റൽ സിഗ്നിഫിക്കൻസ് ഫോർ ദ വെൽഫെയർ ഓഫ് മാൻകൈൻഡിന് ആവശ്യമാണല്ലോ. ഇത് ഇത്ര നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടിരിക്കട്ടെ. വാട്ടറിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് വാട്ടർ പൊല്യൂഷനിലോട്ട് കിടക്കാം. വാട്ടർ പൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ഇൻ എ നമ്പർ ഓഫ് വേസ്. നമുക്കൊരു ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരുപാട് ഡെഫിനിഷൻസ് അതിന് കൊടുക്കാൻ പറ്റും വാട്ടർ പൊല്യൂഷന്. 1-2 ഡെഫിനിഷൻ നമുക്കിവിടെ പറയാം. ഫസ്റ്റ്,
Any change in physical, chemical and biological properties of water due to contamination with any foreign substance. വാട്ടർ പൊല്യൂഷൻ്റെ ഒരു ഡെഫിനിഷനാണത്. എനി ചേഞ്ച് ഇൻ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ഡ്യൂ ടു കോണ്ടാമിനേഷൻ വിത്ത് എനി ഫോറിൻ സബ്സ്റ്റൻസ്. ഏതെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസിൻ്റെ കോണ്ടാമിനേഷൻ വഴിയും അതിൻ്റെ ഫിസിക്കലോ കെമിക്കലോ ബയോളജിക്കലോ ആയ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുന്നത്, ചേഞ്ച് വരുന്നത്, അതിന് നമുക്ക് വാട്ടർ പൊല്യൂഷനായിട്ട് കണക്കാക്കാം. സെക്കൻഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ alternation in physical, chemical and biological properties of water which may cause harmful effects on human and aquatic biota. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാം സംഭവം എന്നൊക്കെ തന്നെ. ഒരു തേർഡ് ഡെഫിനിഷൻ കൂടി നോക്കാം. Deterioration in physical, chemical and biological characteristics of water brought about by natural resources and human activities. അങ്ങനെ നമുക്ക് 2-3 ഡെഫിനിഷൻ പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്കറിയാം, ഡെഫിനിഷൻ ഒന്നും എടുത്ത് ചോദിക്കാൻ സാധ്യതയില്ല. നമുക്ക് MCQ ടൈപ്പാണല്ലോ ചോദിക്കുന്നത്. ബബിൾ ചെയ്യാൻ OMR അല്ലേ. ജസ്റ്റ് നമുക്കതിൻ്റെ സയൻസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ കൂടി നോക്കാം. സയൻസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആർ: ഫസ്റ്റ് വൺ, ബാഡ് ടേസ്റ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. സെക്കൻഡ് വൺ, ഒഫൻസീവ് ഓർഡേഴ്സ് ഓഫ് ലേക്സ് ആൻഡ് റിവേഴ്സ് എക്സെട്ര. ഒഫൻസീവ് ഓർഡർ മീൻസ് നമ്മളെ മണം എന്നുള്ള ഓർഡറാണ്. ODOURS, ഓർഡേഴ്സ് ഫ്രം ലേക്സ്, റിവേഴ്സ് എക്സെട്ര. ഒഫൻസീവ് ഓർഡർ, അതിൻ്റെ ആ സ്മെല്ലെന്നുള്ള ഓർഡറാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ODOURS ആണ് സ്പെല്ലിങ്. അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് അക്വാട്ടിക് വീഡ്സ് ഇൻ വാട്ടർ ബോഡീസ്. അൺകൺട്രോൾഡ് ഗ്രോത്ത്. തേർഡ് പോയിന്റ്, അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് അക്വാട്ടിക് വീഡ്സ് ഇൻ വാട്ടർ ബോഡീസ്. അക്വാട്ടിക് വീഡ്സ് നമുക്കറിയാലോ. വീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത പായൽ അതിനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് അക്വാട്ടിക് വീഡ്സ് ഇൻ വാട്ടർ ബോഡീസ്, അതൊക്കെ വാട്ടർ പൊല്യൂഷൻ്റെ ഒരു സയൻസ് ആയിട്ട് പറയാൻ പറ്റും. ഫോർത്ത് വൺ, ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ഫിഷ് ഇൻ ഫ്രഷ് വാട്ടർ, റിവർ വാട്ടർ, സീ വാട്ടർ എക്സെട്ര. ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ഫിഷിൻ്റെ നമ്പർ കുറയുന്നത് ഏതിലൊക്കെ? ഇൻ ഫ്രഷ് വാട്ടർ, റിവർ വാട്ടർ, സീ വാട്ടർ എക്സെട്ര. അതും ഒരു വാട്ടർ പൊല്യൂഷനായിട്ട് നമുക്ക് സൈനായിട്ട് പറയാൻ പറ്റും. ഫിഫ്ത്ത് വൺ, ഫ്ലോട്ടിംഗ് ഓഫ് ഓയിൽ ആൻഡ് ഗ്രീസ് ഓൺ വാട്ടർ സർഫസ് എക്സെട്ര. അപ്പം നമ്മൾ 5 സയൻസ് പറഞ്ഞു. ദ സയൻസ് ഓഫ് SIGNS സയൻസ് ആണ്. ദ സയൻസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആർ: ഫസ്റ്റ് വൺ, ബാഡ് ടേസ്റ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. സെക്കൻഡ് വൺ, ഒഫൻസീവ് ഓർഡർ ഓർ സ്മെൽ. ഓർഡർ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സ്മെൽ എന്നുള്ള ഓർഡറാണ്. ODOURS. ഒഫൻസീവ് ഓർഡേഴ്സ് ഫ്രം ലേക്സ്, റിവേഴ്സ് എക്സെട്ര. തേർഡ് വൺ, അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് അക്വാട്ടിക് വീഡ്സ് ഇൻ വാട്ടർ ബോഡീസ്. ഫോർത്ത് വൺ, ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ഫിഷ് ഇൻ ഫ്രഷ് വാട്ടർ, റിവർ വാട്ടർ, സീ വാട്ടർ എക്സെട്ര. ഫിഫ്ത്ത് വൺ, ഫ്ലോട്ടിംഗ് ഓഫ് ഓയിൽ ആൻഡ് ഗ്രീസ് ഓൺ വാട്ടർ സർഫസ് എക്സെട്ര. ഇനി നമുക്ക് വാട്ടർ പൊല്യൂട്ടൻസ് എന്താണെന്ന് നോക്കാം. വാട്ടർ പൊല്യൂട്ടൻസ് അതാണ് നമ്മുടെ സിലബസിൽ മെയിനായിട്ട് എടുത്ത് പറഞ്ഞേക്കുന്ന കാര്യം. വാട്ടർ പൊല്യൂട്ടൻസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 9 കാറ്റഗറീസ്. നമുക്കൊരു 9 കാറ്റഗറി ആയിട്ട് അതിനെ തിരിക്കാം അല്ല. ഫസ്റ്റ് വൺ, സീവേജ് ആൻഡ് അതർ ഓക്സിജൻ ഡിമാൻഡിങ് വേസ്റ്റ്. സീവേജും അതർ ഓക്സിജൻ ഡിമാൻഡിങ് വേസ്റ്റും അതാണ് ഫസ്റ്റ് കാറ്റഗറി. ഡിസോൾഡ് ഓക്സിജൻ, DO, നമുക്കതിനെ സൂചിപ്പിക്കാം. ക്യാപിറ്റൽ D, ക്യാപിറ്റൽ O. Dissolved oxygen, DO, is a fundamental requirement of life for plants and animals in any body of water. നമുക്ക് ഫണ്ടമെൻ്റൽ റിക്വയർമെൻ്റ് ആണ് ലൈഫ് ഫോർ പ്ലാന്റ്സിനായാലും ആനിമൽസ് എനി ബോഡി വാട്ടറിലുള്ള എന്തിനും DO അത്യാവശ്യമാണ്. ഡിസോൾവ്ഡ് ഓക്സിജൻ, ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ് ഓഫ് ലൈഫ് ഫോർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ എനി ബോഡി ഓഫ് വാട്ടർ. എ ബോഡി ഓഫ് വാട്ടർ ഈസ് സെഡ് ടു ബി പൊല്യൂട്ടഡ് when the concentration of DO drops below the level necessary for sustainable aquatic life. നമ്മൾ ഈ DOയുടെ ലെവൽ താഴുമ്പോഴാണ്, അതായത് ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ ലെവൽ താഴുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്വാട്ടിക് ലൈഫ് എപ്പോഴും പോസിബിൾ അല്ലാതെ വരും. എ ബോഡി ഓഫ് വാട്ടർ ഈസ് സെഡ് ടു ബി പൊല്യൂട്ടഡ്. ഒരു ബോഡി ഓഫ് വാട്ടർ, അതായത് റിവർ ആയാലും ലേക്ക് ആയാലും ഏത് വാട്ടർ ബോഡി ആയാലും അത് പൊല്യൂട്ടഡ് എന്ന് പറയുന്നത് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് DO ഡ്രോപ്സ് ബിലോ ദ ലെവൽ നെസസറി ഫോർ സസ്റ്റെയിനിങ് അക്വാട്ടിക് ലൈഫ്. അല്ലേ, ആ ലെവൽ താഴുമ്പോഴാണ്, DOയുടെ ലെവൽ താഴുമ്പോഴാണ് നമ്മളങ്ങനെ പറയുന്നത്.
The presence of oxygen demanding waste is the primary cause of deoxygenation of water. Oxygen demanding waste are substances which readily undergo bacterial decay in the presence of oxygen. As the bacterial decay of these substances consumes the dissolved oxygen, the presence of these materials give rise to depletion of dissolved oxygen. അപ്പോൾ ഈ ഡെപ്ലീഷന് കാരണമാകുന്നത് ആരാണ്? ദ ബാക്ടീരിയൽ ഡീക്കേ ഓഫ് ദി എന്തിൻ്റെ സാന്നിധ്യമാണ് ഇതിന് കാരണമാകുന്നത്? ഓക്സിജൻ ഡിമാൻഡിങ് വേസ്റ്റ് ആർ സബ്സ്റ്റൻസസ്. ഓക്സിജൻ ഡിമാൻഡിങ് വേസ്റ്റ് എന്ന് പറയുന്നത് ഈ സബ്സ്റ്റൻസസ് ആണ് വിച്ച് റെഡിലി അണ്ടർഗോസ് ബാക്ടീരിയൽ ഡീക്കേ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ആസ് ദ ബാക്ടീരിയൽ ഡീക്കേ ഓഫ് ദീസ് സബ്സ്റ്റൻസസ് കൺസ്യൂംസ് ദ ഡിസോൾവ്ഡ് ഓക്സിജൻ. അവരെന്ത് കൺസ്യൂം ചെയ്യും? ഡിസോൾവ്ഡ് ഓക്സിജൻ കൺസ്യൂം ചെയ്യും. അപ്പോൾ ദ പ്രസൻസ് ഓഫ് ദീസ് മെറ്റീരിയൽസ് ഗീവ് റൈസ് ടു ഡെപ്ലീഷൻ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ. അത് ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ ഡെപ്ലീഷന് കാരണമാകും. സീവേജ് ആൻഡ് അതർ ഓക്സിജൻ ഡിമാൻഡിങ് വേസ്റ്റ് കംപ്രൈസ് ഓഫ് പ്രൈമർലി ഓർഗാനിക് മാറ്റർ വിച്ച് റെഡിലി അണ്ടർഗോസ് ഓക്സിഡേഷൻ ബൈ ദ ആക്ഷൻ ഓഫ് ബാക്ടീരിയ ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. Sewage and other oxygen demanding waste have been classified as water pollutants as their degradation causes depletion of oxygen which affects fish and other aquatic life. ഫിഷിനെയും എല്ലാ അക്വാട്ടിക് ലൈഫിനെയും അത് അഫക്റ്റ് ചെയ്യും. These waste are generally disposed of by dumping them into nearby rivers. നമ്മൾ ഇതൊക്കെ കൊണ്ട് എവിടെ ഡംപ് ചെയ്യുന്നതുകൊണ്ടാണ്? റിവേഴ്സിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. വെൻ ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് ഈസ് സ്മാൾ, ഈ വേസ്റ്റിൻ്റെ എമൗണ്ട് സ്മാൾ ആണെങ്കിൽ ദ ഡിസോൾവ്ഡ് ഓക്സിജൻ വിൽ ബി സഫിഷ്യൻറ്റ്. ഡിസോൾവ്ഡ് ഓക്സിജനൊക്കെ സഫിഷ്യൻ്റ് ആവും ടു കൺവെർട്ട് കാർബൺ ടു കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണിനെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കൺവെർട്ട് ചെയ്യാൻ നമുക്കത് സഫിഷ്യൻ്റ് ആവും. സൾഫർ ടു സൾഫേറ്റ്സ്, സൾഫറിനെ സൾഫേറ്റ്സ് ആക്കാം. നൈട്രജൻ ടു അമോണിയ, നൈട്രജനെ അമോണിയ ആക്കാം, NH3 അമോണിയ. ആൻഡ് നൈട്രേറ്റ്സ് ആൻഡ് ഫോസ്ഫറസ് ടു ഫോസ്ഫേറ്റ്സ്, അതിനെയൊക്കെ ഫോസ്ഫേറ്റ്സ് നൈട്രജനെയും ഫോസ്ഫറസിനെ ഫോസ്ഫേറ്റ്സ് ആക്കാം. ആസ് എ റിസൾട്ട് ദ റിവർ വാട്ടർ ഈസ് നോട്ട് മച്ച് പൊല്യൂട്ടഡ്. അതുകൊണ്ട് റിവർ വാട്ടർ കൂടുതൽ പൊല്യൂട്ടഡ് ആവത്തില്ല. ഹൗവർ വെൻ ദ എമൗണ്ട് ഓഫ് ഡിസ്ചാർജ് ഈസ് ഹെവി, പക്ഷേ ഇത് എമൗണ്ട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ദ എമൗണ്ട് ഓഫ് ഡിവോ ഈസ് ഇൻസഫിഷ്യൻറ്റ്. ഈ നമ്മളുടെ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻസഫിഷ്യൻ്റ് ആവും. കാർബൺ ടു കൺവെർട്ടഡ് ടു മീഥേൻ ആൻഡ് നൈട്രജൻ ടു കൺവെർട്ടഡ് ടു അമീൻസ്. കാർബണിനെ മീഥേനായിട്ട് കൺവെർട്ട് ചെയ്യാനും നൈട്രജനെ എന്താക്കാൻ അമീൻസ് ആക്കി കൺവെർട്ട് ചെയ്യാനും വിച്ച് പ്രൊഡ്യൂസ് ഒഫൻസീവ് ഓർഡർ ടു ഡീക്കേയിങ് ഫിഷ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒഫൻസീവ് ഓർഡർ ഉണ്ടാക്കുന്നത്, ഒഫൻസീവ് സ്മെല്ലുണ്ടാക്കുന്നത് ഡീക്കേയിങ് ഫിഷ്. Sulfur is converted to H2S, hydrogen sulfide, which gives a smell of rotten eggs. ഈ സൾഫർ ഹൈഡ്രജൻ സൾഫൈഡ് ആകുമ്പോഴത്തേക്ക് എന്താണ് പറ്റുന്നത്? റോട്ടൺ എക്സിൻ്റെ സ്മെല്ലാണ്. നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ് ലാബിൽ പാസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം. കെമിസ്ട്രി ലാബിൽ നമ്മൾ അത് പുറത്തല്ലേ നമ്മൾ സൂക്ഷിക്കുന്നത്. ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെരിമെൻറ്റ്സിൽ ഒരു കിപ്സ് അപ്പാരറ്റസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അത് നമ്മൾ പുറത്ത് വെച്ചേക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ആ സ്മെല്ല് കൊണ്ട് തന്നെ. ഹൈഡ്രജൻ സൾഫൈഡിന് ഒരു റോട്ടൺ എക്സിൻ്റെ സ്മെല്ലാണ്. ആൻഡ് ഫോസ്ഫറസ് ഈസ് കൺവേർട്ടഡ് ടു PH3. ഫോസ്ഫറസ് എന്തായിട്ട് കൺവേർട്ട് ആവും? PH3 ആയിട്ട്. ആൻഡ് ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് വിച്ച് ഗീവ് എ വോമി ഓർഡർ. അതിനൊരു വോമി സ്മെല്ലാണ് അതിനുള്ളത്, ഓർഡറാണുള്ളത്. Thus, sewage and other oxygen demanding waste act as water pollutants by ഇങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് ഡെവലപ്പിംഗ് ഒഫൻസീവ് ഓർഡർ. ഒന്ന് അതിൻ്റെ ഒഫൻസീവ് സ്മെല്ലായിരിക്കും. സെക്കൻഡ് ഡെപ്ലീറ്റിംഗ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫ്രം വാട്ടർ. ഇത് രണ്ടുമാണ് അപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങൾ. നമ്മൾ വാട്ടർ പൊല്യൂഷനിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് എന്താണ്? ഡെവലപ്പിംഗ് ഒഫൻസീവ് ഓർഡർ. അതിൻ്റെ ആ സ്മെല്ലിലുണ്ടാകുന്ന ആ ഒഫൻസീവ് ഓർഡറാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡെപ്ലീറ്റിംഗ് എന്താണ്? ഡിസോൾവ്ഡ് ഓക്സിജൻ ഫ്രം വാട്ടർ. ഡിസോൾവ്ഡ് ഓക്സിജൻ ഡിസോൾവ് ആയിരിക്കുന്നത്, വാട്ടറിൽ ഡിസോൾവ് ആയിരിക്കുന്ന ഓക്സിജൻ്റെ ഡെപ്ലീഷനും. ഇത് രണ്ടുമാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ബാഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് നമ്മൾ പറയുന്ന കാര്യം
നമ്മളിപ്പം ഫസ്റ്റ് പറഞ്ഞത് സീവേജ് ആൻഡ് അതർ ഓക്സിജൻ ഡിമാൻഡിങ് വേസ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഇൻഫെക്ഷ്യസ് ഏജൻസ് ആണ്. വാട്ടർ ഹാസ് ബീൻ എ പൊട്ടൻഷ്യൽ കാരിയർ ഓഫ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. വാട്ടർ ഹാസ് ബീൻ എ പൊട്ടൻഷ്യൽ കാരിയർ ഓഫ് പാത്തോജനിക് microorganisms. The pathogens frequently transmitted through water have been those responsible for causing typhoid, dysentery, cholera, polio and infectious hepatitis. ഇതിനെല്ലാം കാരണമാവുമെന്ന് നമുക്കറിയാം. Sewage from municipalities is almost invariably associated with bacteria and microorganisms. This is because of the fact that in a fair-sized community at any given time has been likely to have some person suffering from diseases such as typhoid, dysentery, cholera, etc. അപ്പം ഇത് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ the feces and urine of such infected people, അവരുടെ ഫേസസും ഫേക്കസും യൂറിനും ഒക്കെ എവിടെ ആവും? ഇൻഫെക്റ്റഡ് പീപ്പിളിൻ്റെ വുഡ് കണ്ടെയ്ൻ ഡിസീസ് മൈക്രോ ഓർഗാനിസം. അതിൽ എന്തെങ്കിലും ഉണ്ട് മൈക്രോ ഓർഗാനിസംസ് ഇല്ലേ ആ ഡിസീസിന് കാരണമായ, വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ വാട്ടർ സപ്ലൈസ്. അത് വാട്ടർ സപ്ലൈസിൽ കൂടെ പോകുമ്പോൾ എന്തുവാ, ദീസ് വേസ്റ്റ് വാട്ടർ റിലീസ്ഡ് ഫ്രം മുനിസിപ്പാലിറ്റീസ്, സാനിറ്റോറിയ, ടാനിങ് ആൻഡ് സ്ലാൻഡറിങ് ലാംപ്സ് ആൻഡ് ഗോഡ്സ് മേ ബി സോഴ്സസ് ഓഫ് ബാക്ടീരിയ ഓർ അതർ മൈക്രോ ഓർഗാനിസംസ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഡിസീസസ് ഇൻ മെൻ ആൻഡ് ആനിമൽസ് ഇൻക്ലൂഡിങ് ലൈഫ് സ്റ്റോക്ക്. ഇവരെയൊക്കെ യൂറിനിലും ഫേക്കസസിലും കൂടി ഇത് നമുക്ക് പകരും. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അത്. അങ്ങനെയാണ് ഇൻഫെക്ഷ്യസ് ഏജൻ്റ് ആയി മാറുന്നത് വാട്ടർ. നെക്സ്റ്റ് പ്ലാന്റ് ന്യൂട്രിയൻസ് ആണ്. പ്ലാന്റ് ന്യൂട്രിയൻസ് പറയുമ്പോൾ പ്രസൻസ് ഓഫ് പ്ലാന്റ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഇൻ ലേക്സ് ആൻഡ് സ്ലോ മൂവിങ് വാട്ടേഴ്സ് സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് aquatic plants. The decay of these aquatic plants produces disagreeable odors. In addition to this, these plants deplete the dissolved oxygen in water which make the survival of aquatic life very difficult. അവിടെ അക്വാട്ടിക് ലൈഫ് സർവൈവൽ വെരി ഡിഫിക്കൽട്ടായി മാറും. ഇൻ ദ എൻറിച്ച്മെൻറ്റ് ഓഫ് വാട്ടർ വിത്ത് ന്യൂട്രിയൻസ് ഈസ് കാൾഡ് യൂട്രോഫിക്കേഷൻ. അത് നമ്മളെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് യൂട്രോഫിക്കേഷൻ. ദ എൻറിച്ച്മെൻറ്റ് ഓഫ് വാട്ടർ വിത്ത് ന്യൂട്രിയൻസ് ഈസ് കാൾഡ് യൂട്രോഫിക്കേഷൻ. അപ്പോൾ യൂട്രോഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ദ എൻറിച്ച്മെൻറ്റ് ഓഫ് വാട്ടർ വിത്ത് ന്യൂട്രിയൻസ് ഈസ് കാൾഡ് യൂട്രോഫിക്കേഷൻ. This enrichment leads to the natural aging of lakes. As a result, the lakes get converted into swamps and marshes. Lakes എന്തായി കൺവേർട്ട് ആവും? സ്വാംസും മാഷസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ആവും. The time needed for this aging process may be millions of years. ഇതിന് millions of years എടുക്കും. നെക്സ്റ്റ് യൂട്രോഫിക്കേഷനുള്ള ടൈം പഠിച്ചു വയ്ക്കുക. അതാണ് ഈ ഇവിടെ പ്രധാനമായിട്ടുള്ളത് തേർഡ് പ്ലാന്റ് ന്യൂട്രിയൻസിൽ. ഇനി വരുന്ന ഫോർത്താണ് ഓർഗാനിക് കെമിക്കൽസ്. അപ്പോൾ നമ്മൾ 9 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. അതിൽ 3 പേരെ പറഞ്ഞു. വാട്ടർ പൊല്യൂട്ടൻ മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 9 കാറ്റഗറീസ്. ഫസ്റ്റ് ആയിരുന്നു സിവേജ് ആൻഡ് അതർ ഓക്സിജൻ ഡിമാൻഡിങ് വേസ്റ്റ്. സെക്കൻഡ് ആയിരുന്നു ഇൻഫെക്ഷ്യസ് ഏജൻസ്. അത് നമ്മൾ പറഞ്ഞു, അസുഖമുള്ളവരുടെ യൂറിനിൽ കൂടെയും ഫേക്കസിൽ കൂടെയൊക്കെ ഡിസീസ് പകരുന്ന കാര്യം. പിന്നെ മൂന്നാമത് പറഞ്ഞതാണ് പ്ലാന്റ് ന്യൂട്രിയൻസ്. അതിലാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ പറഞ്ഞത്. ഇനി ഫോർത്ത് വൺ ഓർഗാനിക് കെമിക്കൽസ് ആണ്. ദ എക്സോട്ടിക് ഓർഗാനിക് കെമിക്കൽസ് ഇൻക്ലൂഡ് സർഫാക്കൻസ്. ഈ സർഫാക്കൻസ് എന്നുള്ള ടേം പഠിച്ചു വയ്ക്കണം. സർഫാക്കൻസ് ഇൻ ഡിറ്റർജൻസ്, pesticides, many industrial products and the decomposition products of other organic compounds. Analysis of polluted water shows the presence of wide variety of these compounds. Some of these compounds are toxic to fish even at a low concentration. ചിലത് ലോ കോൺസെൻട്രേഷന് വരെ ടോക്സിക് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 ppm of phenol is toxic to fish. 1 ppm ഫീനോൾ വരെ ടോക്സിക് ആണ് ഫിഷസിന്, അല്ലേ? 1 ppm of phenol is toxic to fish.
ലാൻഡ്രി ഡിറ്റർജൻസ് എന്ന് പറഞ്ഞാൽ ഈസ് അനദർ ഓർഗാനിക് കോണ്ടാമിനൻ്റ്. അത് ഒരു ഓർഗാനിക് കോണ്ടാമിനൻ്റ് ആണ്. ഡിറ്റർജൻസ് കൺസിസ്റ്റ് ഓഫ് 2 കമ്പോണൻസ്. അതിൽ ഡിറ്റർജൻസിൽ നമുക്കറിയാം പൊതുവേ 2 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും? സർഫാക്കൻസ് എന്ന് പറയുന്ന ഒരു കമ്പോണൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് സർഫസ് ആക്റ്റീവ് ഏജൻറ്റ്. അതിൻ്റെ പേരാണ്, അതിനെയാണ് നമ്മൾ സർഫാക്കൻസ് എന്ന് പറയുന്നത്. SURFACTANT. സർഫാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ദാറ്റ് ഈസ് സർഫസ് ആക്റ്റീവ് ഏജൻറ്റ്. ആൻഡ് ബിൽഡേഴ്സ് വിച്ച് ആർ, പിന്നെ അടുത്ത ആളാരാണ്? ബിൽഡേഴ്സ് ആണ്. ഈ ഡിറ്റർജൻസിലുള്ള 2 കമ്പോണൻസ് ആണ് സർഫാക്റ്റൻ്റ്, ബിൽഡേഴ്സ്. ആ സർഫാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സർഫസ് ആക്റ്റീവ് ഏജൻ്റ് ആണ്. ആൻഡ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ലൈക്ക് സോഡിയം സാൾട്ട്സ് ഓഫ് ഫോസ്ഫറിക്, കാർബോണിക്, സൾഫ്യൂറിക്, സിലിസിക് ആൻഡ് ബോറിക് ആസിഡ്. അതാണ് അടുത്ത കമ്പോണൻ്റായ ബിൽഡേഴ്സ്. സർഫാക്കൻസ് ഓഫ് ദ ഡിറ്റർജൻസ് കാസ് സെവറൽ പൊല്യൂഷൻ പ്രോബ്ലംസ്. ഈ സർഫാക്കൻസ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്, പൊല്യൂഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. ആസ് ദീസ് ആർ നോട്ട് റെഡിലി ബ്രോക്കൺ ഡൗൺ ബൈ ബാക്ടീരിയൽ ആക്ഷൻ. അത് ബ്രോക്കൺ ഡൗൺ ആവത്തില്ല ബാക്ടീരിയൽ ആക്ഷനിലൊന്നും. ഈവൻ ഇൻ ലോ കോൺസെൻട്രേഷൻ സർഫാക്കൻസ്, ലോ കോൺസെൻട്രേഷൻ ആയാലും ടെൻ ടു ഫോം സ്റ്റേബിൾ ഫോംസ് ഇൻ റിവേഴ്സ്. ഫോംസ് അറിയാലോ, FOAMS, ഫോംസ്, പദ. ആ ഫോംസ് ഉണ്ടാക്കും. ദീസ് ഫോംസ്, ഈ പദ എക്സ്റ്റെൻഡ് ഓവർ സെവറൽ 100 meters ഓഫ് ദ റിവർ വാട്ടർ. അത് ഒരുപാട് 100 meters ഇത് പോവും. ദ ഫോംസ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കും. FOAMS ആണ്, ഫോംസ് ആണ് പദ. മോസ്റ്റ് ഡിറ്റർജൻസ് വെയർ കമ്പോസ്ഡ് ടു അബൌട്ട് 40% സോഡിയം ട്രൈപോളിഫോസ്ഫേറ്റ് ആസ് ദ ബിൽഡർ കമ്പോണൻറ്റ്. ഈ ബിൽഡർ കമ്പോണൻ്റ് ആയിട്ട് മോസ്റ്റ് ഡിറ്റർജൻസിലും ഏതായിരിക്കും ഉള്ളത്? 40% സോഡിയം ട്രൈപോളിഫോസ്ഫേറ്റ് ആസ് ദ ബിൽഡർ കമ്പോണൻറ്റ്. ഇതിൽ അതായിരിക്കും മോസ്റ്റ് ഡിറ്റർജൻസിലും. ദീസ് ഫോസ്ഫറസ് ബിയറിംഗ് ബിൽഡേഴ്സ്, നമ്മൾ 2 പേരുണ്ടെന്ന് പറഞ്ഞല്ലോ ഡിറ്റർജൻറ്റിൽ. ഇതൊക്കെയാണ് സർഫാക്കൻറ്റും ബിൽഡേഴ്സ്. ആ ബിൽഡേഴ്സ് ആരായിരിക്കും? 40% മോസ്റ്റ് ഡിറ്റർജൻസ് വെയർ കമ്പോസ്ഡ് ഓഫ് എബൌട്ട് 40% സോഡിയം ട്രൈപോളിഫോസ്ഫേറ്റ് ആയിരിക്കും. അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. സോഡിയം ട്രൈപോളിഫോസ്ഫേറ്റ് ആസ് ദ ബിൽഡർ കമ്പോണൻറ്റ്. ദീസ് ഫോസ്ഫറസ് ബിയറിംഗ് ബിൽഡേഴ്സ്, ഈ ഫോസ്ഫറസ് ബിയർ ചെയ്യുന്ന ബിൽഡേഴ്സ് എന്ത് ചെയ്യും? അക്കൗണ്ട് ഫോർ 1/2 ഓഫ് ദ ടോട്ടൽ ഫോസ്ഫേറ്റ് ഇൻ വേസ്റ്റ് വാട്ടർ. ഡ്യൂ ടു ദിസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഫോസ്ഫറസ്, these detergents are a major source of eutrophication in freshwater system. ഈ ഹൈ കോൺസെൻട്രേഷൻ കാരണം ദീസ് ഡിറ്റർജൻസ് എന്തായി ആക്ട് ചെയ്യും? ആർ എ മേജർ സോഴ്സ് ഓഫ് യൂട്രോഫിക്കേഷൻ. ഒരു മേജർ സോഴ്സ് ആവും യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. യൂട്രോഫിക്കേഷൻ മീൻസ് ദ എൻറിച്ച്മെൻറ്റ് ഓഫ് വാട്ടർ വിത്ത് ന്യൂട്രിയൻസ് ഈസ് കാൾഡ് യൂട്രോഫിക്കേഷൻ. ന്യൂട്രോഫിക്കേഷൻ ഇൻ ഫ്രഷ് വാട്ടർ സിസ്റ്റം അതിന് കാരണമാകും. In the form of gasoline and motor oil, hydrocarbons are carried from roadways and parking areas in rainwater runoff. In addition to above substances, analysis of water shows the presence of several other organic chemicals. Some of these are toxic at a very low concentration. Very low concentration വേറെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. Many of these are not biodegradable. ഇതിൽ പലരും നോട്ട് ബയോഡിഗ്രേഡബിൾ ആണ്, ബയോഡിഗ്രേഡബിൾ അല്ലാത്തവരാണ്. ഓർ ബ്രേക്ക് ഡൗൺ ഓൺലി വെരി സ്ലോലി ആണ്. ബ്രേക്ക് ഡൗൺ ആവുന്നത് അല്ലെങ്കിൽ വെരി സ്ലോലി ആയിട്ടുള്ളവരും ഉണ്ട്. 5th ആണ് ഓയിൽ. ഓയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. കാരണം വാട്ടർ പൊല്യൂഷൻ മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 9 കാറ്റഗറി എന്ന് പറയുന്നതിൽ ഒരു 5ാമത്തെ ആൾ ഓയിലാണ്. കാരണം the discharge of oil from oil tankers and offshore drilling rigs results in some contamination of the environment. The contamination may be accidental or intentional. An example of accidental oil discharge is the release of about
1 lakh metric tons. 1 lakh metric tons of Kuwaiti oil on March 18th, 1967 by the ship accident. എത്ര വരെ വന്നു? 1 lakh metric ton of Kuwaiti oil on March 18th, 1967 by the ship accident. The most serious environmental hazard has been caused by the spilling and burning of tremendous quantity of oil emanating from Kuwaiti oil wells, which were blasted off in the Gulf War by Iraq. ആ ടൈമിലൊക്കെ നമ്മൾ അറിഞ്ഞൊരു ന്യൂസ് ആയിരുന്നല്ലോ അത്. ദ എനോർമസ് ഡാമേജ് ദാറ്റ് ഹാസ് ബീൻ ഡൺ ടു ദ അക്വാട്ടിക് ലൈഫ് ഈസ് നോട്ട് യെറ്റ് എസ്റ്റിമേറ്റഡ്. ആ ഒരു പോയിന്റ് അവിടെ ഓർത്ത് വെച്ചാൽ മതി. ദ ഡിസ്ചാർജ് ഓഫ് ഓയിൽ ഫ്രം ടാങ്കേഴ്സ് മേ ആൾസോ ഒക്കർ ഇൻറ്റൻഷ്യലി. ഫോർ എക്സാമ്പിൾ, എ ടാങ്കർ കാരിയിങ് എ കാർഗോ ഓഫ് ക്രൂഡ് ഓയിൽ ആഫ്റ്റർ ഡിസ്ചാർജിങ് ദ ഓയിൽ അറ്റ് ദ സീ പോസ്റ്റ് fills up in tanks with seawater as ballast on the return trip. Before the tanker docks, the seawater ballast contaminated with the oil is returned to the sea. ഇത് എവിടെ തന്നെ റിട്ടേൺ ആവും? സീയിൽ തന്നെ. The most adverse effect of oil pollution is on the seabirds. ഇതിൽ കൂടുതൽ ഈ സീയിൽ ഓയിലാവുന്നത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ആരെയാണ്? സീബേർഡ്സിനെയാണ്. ദ ഓയിൽ മേ പെനട്രേറ്റ് ദ ഫെതേഴ്സ് ബൈ ഡിസ്പ്ലേസിങ് ദ എയർ എൻട്രാപ്ഡ് ഇൻ ദ ഫെതേഴ്സ്. ദിസ് നോർമലി എൻട്രാപ്ഡ് എയർ പ്രൊവൈഡ്സ് ബോയൻസി ആൻഡ് ഇൻസുലേഷൻ എഗൻസ്റ്റ് കോൾഡ്. The elimination of entrapped air makes the bird colder and more susceptible to disease. അവർക്ക് ഈ കൂടുതൽ അവർ തണുപ്പ് അനുഭവപ്പെടും. അവർക്ക് ബേർഡ് അവർക്ക് കൂടുതൽ കോൾഡർ ആവും. പിന്നെ അവർക്ക് കൂടുതൽ ഡിസീസൊക്കെ ഉണ്ടാകാൻ കാരണമാവും ഈ ബേർഡ്സിന്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദിസ് എൻട്രാപ്ഡ് എയർ ദ ബേർഡ്സ് എക്സ്പീരിയൻസ് ഡിഫിക്കൽറ്റി ഇൻ ഫ്ലൈ. അവർക്ക് പറക്കാനും അത് ബുദ്ധിമുട്ടായിട്ട് തീരും. ഓയിൽ പൊല്യൂഷൻ ആൾസോ അഫക്ട്സ് അതർ ഓഷൻ ലൈഫ്. ഓഷനിലെ ബാക്കി ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദ കൺസ്റ്റിറ്റ്യുവൻസ് ലൈക്ക് 3,4 ബെൻസ്പിരിൻ 3,4 ബെൻസ്പിരിൻ ഓഫ് ഓയിൽ ആർ കാർസിനോജനിക് ആണ്. 3,4 ബെൻസ്പിരിൻ ആ ഒരു പേര് ഓർത്ത് വയ്ക്കുക. അത് കാർസിനോജനിക് ആണ്. കാർസിനോജനിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്യാൻസറസ് ആണ്, ക്യാൻസർ ഉണ്ടാകാൻ കാരണമാവും. 3,4 ബെൻസ്പിരിൻ അത് ഓയിലുള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് ക്യാൻസറിന് കാരണമാകുന്ന സംഭവമാണ്. നെക്സ്റ്റ് 6th എന്ന് പറയുന്നത് ഇനോർഗാനിക് കെമിക്കൽസ് ആണ്. ഇനോർഗാനിക് കെമിക്കൽസ് ആൻഡ് മിനറൽ സബ്സ്റ്റൻസ്. അതിൽ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അത് നമുക്കൊരു പ്രത്യേക ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ലെഡ് വരുന്നുണ്ട്, ആർസനിക് വരുന്നുണ്ട്, കാഡ്മിയം വരുന്നുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. മാംഗനീസ്, മെർക്കുറി, മോളിബ്ഡിനിയം, സിങ്ക്, കോപ്പർ, ക്രോമിയം എല്ലാം ഇതിൽ വരുന്നതാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. വീഡിയോ ഒരുപാട് ലെന്തി ആയിപ്പോൾ. ഓക്കെ, താങ്ക് യു.